വിനിത, ഹരി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ നിർണായകമാകുന്നത് ഈ കേസിലെ രണ്ടാം പ്രതി എന്നുള്ളത് മാത്രമല്ല, ദേവസ്വം ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആദ്യത്തെ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം. ഇതിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ നിർണായകമായ പല രേഖകളും മറ്റും കണ്ടെടുക്കുന്നു. പുളിമാത്തെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുന്നു. പക്ഷേ ചിലതൊക്കെ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും നിർണായകമായ വിവരങ്ങൾ, മുരാരി ബാബു അടക്കമുള്ളവരെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള സൂചന തന്നെയാണ്. അപ്പോൾ അത് തന്നെ അങ്ങനെ നീണ്ട് എത്തുന്നതാണ് ഇപ്പോൾ മുരാരി ബാബുവിന്റെ കസ്റ്റഡിയിലേക്കും എന്ന കാര്യം വ്യക്തമാവുകയാണ്. പക്ഷേ ഇവിടം കൊണ്ട് തീരില്ല. ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ഒരു സ്രാവ് മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേരുണ്ട്. ഇതിൽ എത്രയോ പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ പ്രതിപട്ടികയിലുണ്ട്. അവരിലേക്ക് അന്വേഷണം നീളുമ്പോൾ അവിടെ നിന്നും എത്രത്തോളം വമ്പൻ സ്രാവുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതുകൂടി നിർണായകമല്ലേ? ശ്രുതി, അതാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിടുമ്പോൾ പറഞ്ഞ പ്രധാന കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ചെറിയ മീനാണ്. അതിന് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട്. അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകണം. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയെ കൃത്യമായി അന്വേഷണം നടത്തണമെന്ന SITക്ക് കർശനമായ നിർദ്ദേശം ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. SIT ആ വഴിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോലെ ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പങ്ക് എന്താണ് എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരിലേക്കൊക്കെ തന്നെയും അടുത്ത ഘട്ടത്തിൽ അന്വേഷണം നേടുകയും ചെയ്യും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മുരാരി ബാബുവിനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അതിനുശേഷം വിവരങ്ങൾ ശേഖരിച്ച ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത്, അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിച്ച ശേഷം പഴുതടച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇതിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ നമ്മൾ പരിശോധിച്ചാൽ മുരാരി ബാബുവിന് ഇത് കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുരാരി ബാബു എല്ലാം അറിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കണ്ടെത്തലുണ്ടായിരുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഇടപെട്ടത് മുരാരി ബാബു ആണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആ നിഗമനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കണ്ടെത്തൽ തന്നെയാണ് SIT നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കാൻ മുരാരി ബാബു നീക്കം നടത്തുകയും ചെയ്തു. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസുമായി മുരാരി ബാബുവിന്റെ നേരിട്ടുള്ള ഇടപാടുകളുണ്ടോ? അതിൽ പങ്കജ് ഭണ്ഡാരിയുമായുള്ള ഇടപാടുകൾ എന്താണ്? ഈ ബാംഗ്ലൂരു വ്യവസായികളെ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ മുരാരി ബാബുവിന്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാകണം. നോക്കൂ, ഈ ആരോപണങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പരാതിയും കണ്ടെത്തലും ഒക്കെ വരുന്ന സമയത്ത് മുരാരി ബാബു അപ്പോഴും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായി തുടരുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ദേവസ്വം ബോർഡ് ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായി തുടരുകയായിരുന്നു മുരാരി ബാബു. ഇതിൽ മുരാരി ബാബുവിന് കൃത്യമായ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാണ് അന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തിക്കൊണ്ട് അന്ന് തന്നെ ദേവസ്വം ബോർഡ് അതിൽ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ മുരാരി ബാബുവിന്റെ വാദങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്നാണ് മുരാരി ബാബു ആദ്യമായി പ്രതികരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത് ചെമ്പ് തെളിഞ്ഞതുകൊണ്ട് വീണ്ടും പൂശാൻ നൽകി എന്നതാണ്. നേരത്തെ റിപ്പോർട്ടിൽ വന്നതുപോലെ സ്വർണ്ണപ്പാളിയല്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം ന്യായീകരിച്ചത്. പക്ഷേ അതൊക്കെ തന്നെയും ശരിയല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. 2019 ജൂലൈയിൽ ഇളക്കുമ്പോൾ താൻ ചാർജ് മാറിയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റുദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങൾ അറിയാം എന്നുകൂടി അന്ന് മുരാരി ബാബു പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ഇതിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് മുരാരി ബാബുവാണ്. ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മഹസറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഉൾപ്പെടെ മുരാരി ബാബു ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോറ്റിയെ ഏൽപ്പിക്കുന്ന സമയത്ത് ചെമ്പുവാളി എന്നെഴുതാൻ നിർദ്ദേശം നൽകിയത് മുരാരി ബാബു ആണ്. 2024 വീണ്ടും സ്വർണ്ണം മോശനായി പാളികൾ നൽകാൻ ആവശ്യപ്പെട്ടു മുരാരി ബാബു എന്നുണ്ട്. അതായത് തുടർച്ചയായി മുരാരി ബാബുവിന്റെ ഇടപെടലുകളാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിന്റെ കസ്റ്റഡി ഏറെ നിർണായകമാകുന്നതും. മറ്റുദ്യോഗസ്ഥരിലേക്ക് കൂടി ഇനി അന്വേഷണം പോകേണ്ടതുണ്ട്. പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ട മറ്റുദ്യോഗസ്ഥരിലേക്ക്. ഒപ്പം ദേവസ്വം ബോർഡിന്റെ റോൾ എന്തെന്നുകൂടി ഇതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിനെതിരെ കൃത്യമായ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിനെ ഇതിൽ പ്രതി ചേർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും ഇടപെടലുകൾ ദുരൂഹമാണ് എന്ന്, അല്ലെങ്കിൽ അത് സംശയകരമാണ് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി കോടതി പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ദ്വാരപാലക ശില്പങ്ങളും കട്ടിളയും കടത്തിയ കേസുകളിൽ പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും കൃത്യമായ കാര്യം. കേസിൽ മുരാരി ബാബുവിന്റെ പങ്ക് വളരെ കൃത്യമാണ്. ദേവസ്വം ബോർഡ് ആദ്യം നടപടിയെടുത്ത ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. 2019 മുതൽ 2024 വരെ നടന്ന വലിയ ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിന്റെ കസ്റ്റഡി ഏറെ നിർണായകമാവുകയും ചെയ്യുന്നു.
ഇനി ഈ വിവാദങ്ങളുടെ സമയത്തെ ഉദ്യോഗസ്ഥരിലേക്കൊക്കെ അന്വേഷണം പോവുകയും ചെയ്യും. പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണെന്ന് മുരാരി ബാബു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള മൊഴികൾ തന്നെയായിരിക്കും ഒരുപക്ഷെ SIT-ക്ക് മുന്നിലും ആവർത്തിക്കുക. അപ്പോൾ ആ ഉന്നതരിലേക്കുള്ള തുമ്പ് കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കണക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള കൃത്യമായ വിവരശേഖരണം മുരാരി ബാബുവിൽ നിന്ന് നടത്താം എന്നതാണ് SIT പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഓക്കെ.